ജ്യോതിഷത്തിൽ പറയുന്ന 27 നക്ഷത്രക്കാർക്കും യോജിക്കുന്ന 27 വൃക്ഷങ്ങളുണ്ട്. അതാത് മരങ്ങളുടെ സവിശേഷതകൾ ആ നാളുകാരിൽ കാണപ്പെടുമെന്നാണ് അതിൻ്റെ പ്രത്യേകത. നാളുകൾ കറക്റ്റായി നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരവരുടെ മരം തിരഞ്ഞെടുത്ത് വിശദമായി പഠിച്ചാൽ നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവവും കാലചക്രത്തിൻ്റെ ഗതിയും മനസ്സിലാക്കാം. ഓരോ മരത്തിനും പ്രത്യേകതകളുണ്ട്. ചിലത് വളർന്നു വലുതായി ഫലം തരാനെടുക്കുന്ന സമയം, ചിലത് എത്ര വർഷം കഴിഞ്ഞാലും വണ്ണം വരാതെ ഇരിക്കുന്നവ, തടി വണ്ണം വരുന്നവയിൽ തന്നെ അതിനെടുക്കുന്ന സമയം, അത് പക്ഷെ വേഗത്തിലും പതുക്കെയുമാവാം. ബ്രാഞ്ചുകൾ ധാരാളമായുള്ളവയും അല്ലാത്തവയുമുണ്ട്. അതുതന്നെ പലതരം സ്റ്റൈലിൽ നിൽക്കുന്നവയുമുണ്ട്. വർഷാവർഷം ഇല കൊഴിയുന്നവയും അല്ലാത്തവയുമുണ്ട്. ഇലകളിൽ തന്നെ വലുപ്പച്ചെറുപ്പമുള്ളവയുമുണ്ട്. എത്ര വളർന്നാലും ഉയരം കുറവുള്ളവയും റോക്കറ്റ് പോലെ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവയും കാണാം. എല്ലാ മരങ്ങൾക്കും അതിൻ്റെ അനുകൂല കാലാവസ്ഥയിലാണെങ്കിലും വളർച്ച നിന്നു പോകാനുള്ള കാലം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. വെട്ടിക്കഴിഞ്ഞാൽ ജീർണിച്ച് മണ്ണിനോട് ചേരുന്ന കാലതാമസം പല വിധത്തിലാണ്. എല്ലാ മരങ്ങളും എല്ലാ ഉപയോഗത്തിനും കഴിയാത്തവയും കാണാം. നെല്ലിപ്പല എന്ന് കേട്ടിട്ടില്ലേ? കിണറിലെ വെള്ളത്തിൽ എത്ര കാലം കിടന്നാലും നശിക്കാറില്ല. വെള്ളം ശുദ്ധി ചെയ്യുന്നു എന്നും പറയപ്പെടുന്നു. ഫർണിച്ചർ പണികൾക്ക് പറ്റിയ കേമന്മാരുണ്ട്. വാതിലുകൾക്കും മറ്റും പലകകളാക്കാൻ ഉപയോഗിക്കുന്നവയുമുണ്ട്. മരങ്ങളിൽ തന്നെ പലതരം പോടുകൾ ഉള്ളവയെ കാണാം. ശ്രദ്ധിച്ചാൽ ഓരോ ടൈപ്പ് മരത്തിനും വ്യത്യസ്തങ്ങളായ സ്ഥാനങ്ങളിലെ പോടുകൾ കാണൂ എന്നത് അതിനോട് താരതമ്യമുള്ള മനുഷ്യർക്ക് വരാവുന്ന രോഗസ്ഥാനങ്ങളെ തിരിച്ചറിയാൻ കഴിയും. ഓരോ മരത്തിൻ്റെയും വ്യത്യസ്തതകളെ നോക്കുക. ആലിന് അതിൻ്റെ മുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന വേരുകൾ കണ്ടിരിക്കുമല്ലോ. മാമ്പഴത്തിൻ്റെ രുചിയും വലിപ്പവും, അതുപോലെ പ്ലാവിലെ ചക്കയുടെ വലിപ്പവും അതിൻ്റെ സ്വാദും, ഫലമില്ലാത്ത വൃക്ഷങ്ങളുടെ അഴക്, ചിലതിൻ്റെ കരുത്ത് എന്നിവയെല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെയും ദേഹപ്രകൃതിയുടെയും ആയുസ്സിൻ്റെയും പ്രതീകങ്ങളാണ്. ഇവയെ സവിസ്തരം നിരീക്ഷിച്ച് വിശദമായി പഠിച്ചെടുത്താൽ പ്രപഞ്ചത്തിലെ സർവ്വതിനും ഓരോ കണക്ഷൻ ഉള്ളതായി കാണാം. ഇക്കാര്യങ്ങൾ ശ്രദ്ധയോടെ വേർതിരിച്ചെടുത്താണ് ജ്യോതിഷം അതിലെ വൃക്ഷങ്ങളെ കണ്ടെത്തിയിട്ടുള്ളത്. ചില മരങ്ങളുടെ വേരുകൾ ശ്രദ്ധിച്ചു നോക്കൂ. അവ നമ്മുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ചില മരങ്ങൾക്ക് അതിൻ്റെ തായ്വേരുകൾ ശക്തിയിൽ താഴോട്ട് വളരെ ആഴത്തിൽ പോയതായി കാണാം. അത് നമ്മുടെ മാതാവിൻ്റെ എക്കാലത്തുമുള്ള സപ്പോർട്ടിനെ പ്രതിനിധീകരിക്കുന്നു. മറ്റു ചില മരങ്ങൾക്ക് മേൽവേരുകൾ ശക്തിയിലും ദീർഘദൂരവും സഞ്ചരിച്ചിരിക്കുന്നതായും കാണാം. പിതാവിൻ്റെ അനന്തമായ സപ്പോർട്ടിനെ സൂചിപ്പിക്കുന്നതാണിത്. പൈൻ മരങ്ങളുടെ ഇലകളെ നോക്കൂ. എത്ര അടക്കും ചിട്ടയോടും കൂടിയാണ് അവയുടെ ഘടന. ഈ ഭംഗി ആ വൃക്ഷക്കാരുടെ ആകാര ഭംഗിയിലും കാണാവുന്നതാണ്. ആരും ശ്രദ്ധിച്ചു പോകുന്ന പ്രകൃതമാണ് അവരുടേത്. ജ്യോതിഷത്തിലെ മറ്റൊരു ശാസ്ത്രശാഖയാണ് മരത്തിൻ്റേത്. ഏതൊരു മരവും വിത്തിൽ നിന്നായാലും വേരിൽ നിന്നായാലും കിഴങ്ങിൽ നിന്നായാലും മുളച്ചു വരുന്നതിനുള്ള കാലതാമസം, ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത്, ബ്രാഞ്ചുകൾ തമ്മിലുള്ള അകലം, വീണ്ടും ബ്രാഞ്ചുകൾ ഇടകലർന്നുണ്ടാകുന്നത്, ഇലകൾ വരുന്ന രീതി, ഫലങ്ങൾ ഉണ്ടാക്കാനെടുക്കുന്ന സമയം, വൃക്ഷത്തിൻ്റെ കളർ, അതിലെ തോലിൻ്റെ കനം, അടർന്നു പോകുന്ന രീതി എന്നിവയെല്ലാം നമ്മുടെ ബാല്യം, കൗമാരം, വിദ്യാഭ്യാസം, ഉദ്യോഗം, ധനവരവ്, വാഹനം, വീട്, വിവാഹം, യൗവനം, വാർദ്ധക്യം, ശിഷ്ടകാലം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. കൈരേഖാശാസ്ത്രപ്രകാരം ആയുർരേഖയിൽ നെല്ലുമണി വെച്ച് അളന്ന് വളരെ കൃത്യമായി മരണകരമായ ഘട്ടങ്ങളും മരണം തന്നെയും കൃത്യതയോടെ നിർണ്ണയിക്കാൻ കഴിവുള്ളവരുണ്ട്. മേൽ വിവരിച്ച കാര്യങ്ങൾ എല്ലാം ഓരോ നക്ഷത്രക്കാർക്കും എത്ര കണ്ട് ചേർന്നാണ് കിടക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ വിവരിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അല്പ ദിവസങ്ങൾ കാത്തിരിക്കുക മാത്രം.